ഇനി തൊട്ട് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചിരിപ്പിക്കാനും പരിപാടിയായിരുന്നാലും എന്നെ കൊണ്ട് മാക്സിമം എന്റെ മാക്സിമം കൊടുത്ത് ഞാൻ നിൽക്കും. കഴിവതും ഡെയിലി ലൈവ് വരാൻ നോക്കും. ഞാൻ അങ്ങനെ ഇതൊന്നും പിടിച്ചൊന്നും ഇരിക്കൂല. പറ്റണ രീതിയിൽ നിങ്ങൾ എന്റർടൈൻമെന്റ് ചെയ്യും. എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, പറ്റണ രീതിയിൽ ചെയ്യും. ഒന്നുമില്ലാതെ ഇപ്പൊ മറ്റേ മനസ്സിലായി അങ്ങനെ കുറച്ച് ഒരു ആഴ്ച പിടിക്കും മൊത്തത്തിൽ ഒരു ട്രാക്കിലോട്ട് എത്താൻ. അതുവരെ നിങ്ങളൊന്ന് സഹിച്ചിരിക്കുക. അത് ട്രാക്കിലോട്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ പരിപാടികളൊക്കെ സ്മൂത്ത് ആയിരിക്കും. ഏത് അത്രേ ഉള്ളു. അത് ഞാൻ ഉറപ്പ് പറഞ്ഞു. പിന്നെ ഞാൻ ഒരു കാര്യം കൂടി പറയാം. ഗ്യാങ് ഹൗസിന്റെ കേസ്, അത് കേസ് ഞാൻ അതൊരു ഒന്നൊന്നര സംഭവം ആക്കും ഞാൻ. മനസ്സിലായോ? അതായത് അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാണ്. ചുമ്മാ പറയില്ലല്ലോ, നമ്മള് ചുമ്മാ ഒരു വാഗ്ദാനം തരില്ല. നമ്മൾ തരണ വാഗ്ദാനത്തിൽ നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരും. അത് ഞാൻ ഒരു കാര്യം പറയാണ്. ഗ്യാങ് ഹൗസിന്റെ കേസ് പരിപാടി എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. അത് അതങ്ങ് മറ്റു മനസ്സിലായ ഒട്ടും പ്രതീക്ഷിക്കാത്ത കുറെ സാധനങ്ങൾ ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവരും. അത് ഞാൻ വാക്ക് തരുവാണ്. നിങ്ങൾ എൻ്റർലി ഗ്യാങ് ഹൗസ് മാറും മൊത്തത്തിൽ. മനസ്സിലായോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന എന്താ പറയണ്ടേ, നമ്മൾ അവിടെ ചെല്ലുമ്പോ തന്നെ ഉള്ള ജീവിയ ഗ്യാങ് ഹൗസ് ഇത് എന്തിരുന്ന് ചോദിക്കും, എന്തിരി തള്ള ഇത് പണിഞ്ഞു വെച്ചേക്കണം ചോദിക്കും. ആ രീതിയിൽ സംഭവം ഞാൻ മാറ്റും. പിന്നെ അത് മാത്രമല്ല, പരിപാടികള് കാര്യങ്ങള് ടക്കയെന്നായിരിക്കും വരാൻ പോണം. മനസ്സിലായോ? ഓരോരോ ഞാൻ സ്റ്റോപ്പ് പോകാൻ സമയത്ത് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാ പരിപാടി കുറച്ച് ടൈം തരണം നമ്മളെ പിള്ളേർക്ക് പണിയാൻ വേണ്ടിയിട്ട്. എന്തൊരു കാര്യം ഞാൻ ചെയ്താലും അത്രയും പെർഫെക്റ്റ് ആയിട്ടേ ചെയ്യുള്ളൂ. അപ്പം എന്തിനായിരുന്നാലും ആ ഒരു ടൈം നിങ്ങൾ എനിക്ക് തന്നാൽ മാത്രം മതി. പിന്നെ ഡെയിലി ചോദിക്കില്ല, അണ്ണ വന്ന് ഗ്യാങ് എന്തിനെന്ന് ചോദിക്കില്ല. എനിക്ക് എത്ര ടൈം തരണോ അത്രയും പെർഫെക്റ്റ് ആക്കും. അത് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി. നിങ്ങൾ എന്റെ ചാറ്റിലും അണ്ണന്റെ ചാറ്റിലും വന്ന് സ്പാം ചെയ്യരുത്. എനിക്ക് ടൈം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇരുത്തി അങ്ങ് പണിഞ്ഞ് അങ്ങ് കിടിലാക്കി വെച്ച് തരും. മനസ്സിലായി? അത്ര എനിക്ക് പറയാനുള്ളൂ കേട്ടാ. പിന്നെ അതേപോലെ തന്നെ ഈ ഓരോരോ നമ്മള് മിസ്സായി പോയിട്ടുള്ള കുറച്ച് ടിവിയുടെ സൈഡിൽ നിന്നുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെ പയ്യെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, പയ്യെ നമുക്ക് RP-ലോട്ട് ഒന്ന് ഇറങ്ങണം മൊത്തത്തിൽ. ഗ്യാത് നമ്മളെ പണ്ടത്തെ RP ഇല്ലേ. പിന്നെ ചന്ദ്രന്റെ കൂടെ നമ്മള് ഒരു കോമ്പ പരിപാടികളും ഉണ്ട്. മനസ്സിലായോ? അപ്പൊ അത് മൊത്തത്തില് സെറ്റാക്കുന്നതാണ്. വെറും വാഗ്ദാനമല്ല ഇത്. ഞാൻ പറഞ്ഞാണ്. എനിക്കൊരു ഒറ്റ വാർത്ത ഉള്ളത്, എല്ലാവർക്കും അറിയാം, കാണുന്നവർക്ക്. പിന്നെ പുതിയ ഓഡിയൻസിന്റെ അടുത്ത് എല്ലാവർക്കും നമ്മളെ പറ്റി അറിഞ്ഞൂടാ, ഇനി നമ്മളെ പറ്റി അറിയും. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. ഓക്കെ, ഇതാണ് എന്റെ ഇത്. എന്താ ഇത് UV ഫുള്ള് ലാഗടെ എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഇൻവെന്ററി ഒക്കെ വരണത് ലേറ്റ് ആയിട്ടാണ് വരണത്. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. പിങ്ങിന്റെ ഇഷ്യൂ ആണോ അത് എന്റെ ഇതിന്റെ ഇഷ്യൂ ആണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തിനാ നമുക്ക് പെട്രോൾ അടിക്കാം. എന്തൊരു സീൻ ചെയ്ത് റേഡിയോ കയറാൻ പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടാ.